എല്ലാം തിരികെ കിട്ടുമോ? പ്രാർത്ഥിച്ചാലേ അറിയാം. അങ്ങനെ എല്ലാം ഒന്നും തിരികെ കിട്ടത്തില്ല. ചിലത് ശരിയാ, കിട്ടത്തില്ല. മരിച്ചു പോയ കിട്ടത്തില്ല. നഷ്ടപ്പെട്ടു പോയ ചില ബന്ധങ്ങൾ തിരികെ കിട്ടാതിരിക്കുന്നത് നല്ലതാണ്. അതിനുവേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. അപ്പോൾ ചിലത് നഷ്ടപ്പെട്ടത് തന്നെ തിരികെ കിട്ടത്തില്ല. പക്ഷേ പ്രാർത്ഥിക്കുന്നവന് വേറെ തിരികെ കിട്ടും. അപ്പോൾ ആ വേറെ കിട്ടുന്നത് കൊണ്ട് നഷ്ടപ്പെട്ടു പോയതിന് പകരമാകുമോ? അല്ലെങ്കിൽ അത് എത്രത്തോളം ശരിയാകും? ദൈവം തരുന്നതേ നീതിപൂർവമാണോ അറിയണ്ടേ. ഞാൻ രതീഷ്, നിങ്ങളായിരിക്കുന്ന പ്രൈസ് ഫാമിലിയുടെ പ്രഭാതം എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം രൂത്തിന്റെ പുസ്തകം 4-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നു. എന്നാറെ സ്ത്രീകൾ നവോമിയോട്, ഇന്ന് നിനക്കൊരു വീണ്ടെടുപ്പുകാരനെ നൽകിയിരിക്കൊണ്ട് യഹോവ വാഴ്ത്തപ്പെട്ടവൻ, അവൻ്റെ പേർ ഇസ്രായേലിൽ വിശ്രുതമായിരിക്കട്ടെ. അവൻ നിനക്ക് ആശ്വാസപ്രദനും നിൻ്റെ വാർദ്ധക്യത്തിൽ പോഷകനുമായിരിക്കും. നിന്നെ സ്നേഹിക്കുന്നവളും 7 പുത്രന്മാരെക്കാൾ നിനക്ക് ഉത്തമയുമായിരിക്കുന്ന നിൻ്റെ മരുമകളല്ലോ അവനെ പ്രസവിച്ചത് എന്ന് പറഞ്ഞ് നവോമി കുഞ്ഞിനെ എടുത്ത് മടിയിൽ കിടത്തി അവന് ധാത്രിയായി തീർന്നു. അവളുടെ അയൽക്കാരത്തികൾ നവോമിക്കൊരു മകൻ ജനിച്ചു എന്ന് പറഞ്ഞ് അവന് ഓബേദ് എന്ന് പേരിട്ടു. ദാവീദിൻ്റെ അപ്പനായ ഇഷായിയുടെ അപ്പൻ ഇവൻ തന്നെ. പ്രൈസർ ഫാമിലിക്ക് ഒപ്പമായിരിക്കുന്ന ഒരു സഹോദരന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിച്ചു തുടങ്ങുന്ന സമയത്ത് ആ സഹോദരൻ ആയിരുന്നൊരവസ്ഥ, തന്നൊരു സഹകരണ സംഘത്തിലെ ചെറിയൊരു ജോലിക്കാരനായിരുന്നു. ചെറിയ ജോലിയാണ്, താൽക്കാലിക ജോലി, ചെറിയ ശമ്പളം. അപ്പോൾ ഈ ഓൺലൈൻ ചൂതാട്ടം അതൊക്കെ സ്റ്റാർട്ട് ചെയ്ത സമയം, ഓൺലൈൻ ചൂതാട്ടം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് പിടികിട്ടാൻ ബുദ്ധിമുട്ടായിരിക്കും. ഓൺലൈൻ ഗെയിമാണ്, റമ്മി അങ്ങനെയൊക്കെയുള്ള ഗെയിമുകളുണ്ടല്ലോ, നിങ്ങൾ മൊബൈൽ ഉപയോഗിക്കുമ്പോൾ പരസ്യങ്ങളായിട്ട് ഇപ്പം കുറേ ദിവസം കൊണ്ട് കാണാനില്ല. അത് എന്ത് ചെയ്യുമെന്ന് അറിയത്തില്ല. അതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആമേൻ. അപ്പോൾ അങ്ങനെ ഓൺലൈൻ ചൂതാട്ടം നടത്തിയാൽ ഈ ഗെയിം കളിച്ച് ഭയങ്കര കടം കയറി തൻ്റെ ജോലി നഷ്ടപ്പെട്ടു. താൻ വല്ലാത്തൊരവസ്ഥയിൽ, നഷ്ടപ്പെട്ടവനായി വല്ലാത്തൊരവസ്ഥയിൽ എത്തിച്ചേർന്നു. പിന്നെ വീട് വിറ്റ് കടം തീർത്തു. പ്രശ്നത്തിൽ നിന്നെല്ലാം പുറത്തു വന്നു. ആ സമയത്താണ് പ്രഷർ ഫാമിലിയിലേക്ക് വിളിക്കുന്നത്. ആ സഹോദരന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുവാനായിട്ട് തുടങ്ങി. ആ സമയത്ത് സഹോദരന് ഭയങ്കര കുറ്റബോധമായിരുന്നു. മറ്റുള്ളവർ പറയുന്നത് കേട്ടിട്ട് തൻ്റെ പ്രിയപ്പെട്ടവർ തന്നെ സ്വാഭാവികമായിട്ട് അവർ പറയും, പറഞ്ഞില്ലെങ്കിൽ അതിശയമുള്ളൂ, അല്ലേ സഹോദര? അങ്ങനെ തന്നെ ചിലത് നമ്മുടെ ജീവിതത്തിൽ പറ്റിപ്പോയ ചില കുറ്റപ്പെടുത്തലുകളും അതൊക്കെ കേൾക്കേണ്ടി വരും. അത് വലിയ കാര്യമാക്കട്ടെ, സ്നേഹിക്കുന്നവരല്ലേ എന്ന് വെച്ച് അങ്ങ് വിട്ടുകളാ. നിന്നോടാ പറഞ്ഞ് വിട്ടുകളാ. അവൻ അപ്പോൾ കുറ്റപ്പെടുത്തലൊക്കെ കേട്ട് മടുത്ത് നിന്ന സമയത്ത് ആ പ്രിയ സഹോദരൻ പ്രൈസർ ഫാമിലിയിലേക്ക് വിളിക്കുന്നത്. അപ്പോൾ നമ്മളുമായിട്ട് സംസാരിച്ചു, മെസ്സേജുകളൊക്കെ കേൾക്കാൻ തുടങ്ങി, പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാനായിട്ട് തുടങ്ങി. താൻ ചെറിയൊരു ജോലിക്ക് പോകുവാനായിട്ട് തുടങ്ങി. അദ്ദേഹം പറയുന്നു അതുകൊണ്ടൊന്നും ആവത്തില്ല, കാരണം പെട്ടെന്ന് വീട് ഉണ്ടാക്കിയേ പറ്റത്തുള്ളൂ. വസ്തു വിറ്റ് വീടും വിറ്റുക, കടം തീർത്തത്. അപ്പോൾ വീട് വേണം, ഇല്ലെങ്കിൽ എന്നും ഈ കുത്തുവാക്കും പരിഹാസവാക്കും ഒക്കെ കേട്ട് വലിയ പാടാണ്. അങ്ങനെ പ്രാർത്ഥിച്ച് പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിച്ച്, നിങ്ങൾക്ക് അവസരമുണ്ട്, ഒരു പുതിയ തുടക്കം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രൈസർ ഫാമിലിക്കൊപ്പം നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ഉപവസിക്കുവാനുള്ള അവസരമുണ്ട്. കോൺടാക്ട് ചെയ്തു. അപ്പോൾ ഉപവസിച്ച് സഹോദരൻ ചെറിയൊരു ബിസിനസ് തുടങ്ങി. ദൈവകൃപയാൽ ചുരുക്കം വർഷങ്ങൾ കൊണ്ട്, ഏകദേശം 3 വർഷം കൊണ്ട് തന്നെ അദ്ദേഹത്തിന് നഷ്ടപ്പെട്ടതിന് അത്ര അല്ലെങ്കിലും കൃപയാൽ അതിൽ നല്ലൊരു ഭവനവും വസ്തുവും കുറച്ച് ലോണുണ്ട് എങ്കിലും വാങ്ങുവാനായിട്ട് കർത്താവ് അവസരം നൽകി. ആ ബിസിനസ് വളരെ അനുഗ്രഹമായിട്ട് മുൻപോട്ട് പോകുന്നുണ്ട്. അപ്പോൾ നഷ്ടപ്പെട്ടു പോയതിനേക്കാൾ നല്ലത് ആ ഒരു ചെറിയ ജോലി നഷ്ടപ്പെട്ടു. ഒരുപാട് പരിഹാസം കേട്ടു, കുത്തുവാക്കുകൾ കേട്ടു. പക്ഷേ ഒരു ബിസിനസ്സുകാരൻ എന്ന നിലയിൽ ഒരുപാട് സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കുവാനുള്ള അവസരത്തെ ദൈവം തുറന്നു കൊടുത്തു. നിന്നോടുള്ള ദൂത. ആമേൻ. നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ഓർത്ത് നീ വിഷമിക്കുന്നുണ്ട്, നിൻ്റെ പ്രിയപ്പെട്ടവർ നിന്നെ കുറ്റപ്പെടുത്തുന്നുണ്ട്, പരിഹസിക്കുന്നുണ്ട്. റെഡി ആയിക്കോ. ഒത്തിരി സ്വപ്നങ്ങളെ ഇന്നലകളിൽ നഷ്ടപ്പെടുത്തിയത് കൊണ്ട് നിനക്ക് നേടിയെടുക്കുവാൻ കഴിയാത്ത ഒത്തിരി സ്വപ്നങ്ങളെ നേടിയെടുക്കുവാനും അത് പ്രാപിച്ചെടുക്കുവാനും നിന്നെ പ്രാപ്തരാക്കി തീർക്കുന്ന പുതിയ വഴികളെ കർത്താവ് നിനക്ക് തുറന്നു തരുവാൻ പോകുന്നു. യെസ് സഹോദര, വിശ്വാസത്തോടെ ദൂതേറ്റെടുത്ത് പ്രാർത്ഥിക്ക്. സഹോദരി പ്രാർത്ഥിക്ക്. കർത്താവ് അങ്ങനെ ചെയ്യുന്ന കൃപയ്ക്ക്. ഓ അമ്മേൻ, താങ്ക് യു ലോർഡ്. നോക്കൂ, നിങ്ങൾ വായിച്ചു കേട്ട വാക്യത്തിൽ നവോമി എന്നൊരു സ്ത്രീയെക്കുറിച്ചാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അവൾ നഷ്ടപ്പെട്ടവളാണ്. ഒരു ഭാഗത്ത് അവളുടേതായ
ഫോൾട്ട് കൊണ്ട് നഷ്ടപ്പെട്ടു. എന്താണ് സംഭവിച്ചത്? ഇവരായിരുന്ന ഇസ്രായേലിൽ ഒരിക്കൽ ക്ഷാമം ഉണ്ടായി. അപ്പോൾ രക്ഷപ്പെടാൻ വേണ്ടി ഇവർ മോവാബിലേക്ക് പോയി. അപ്പോൾ മാനുഷികമായിട്ട് ചിന്തിച്ചാൽ അതൊരു തെറ്റല്ല. ഈ സഹോദരൻ ഈ ഓൺലൈൻ ഗെയിം കളിച്ച് പൈസ കളഞ്ഞത് പൈസ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. അദ്ദേഹം വെറുതെ കളിക്കാൻ വേണ്ടി ചെയ്തതല്ല, പൈസ ഉണ്ടാക്കാൻ വേണ്ടിയാണ്. പൈസ ഉണ്ടാക്കുന്നത് ആവശ്യമാണല്ലോ. ഈ സഹോദരി മീൻസ് നവോമി പോയത് വിശപ്പ് കൊണ്ടാണ് പോയത്. വിശപ്പ് മാറ്റണമല്ലോ. നീ പോയത് രക്ഷപ്പെടാൻ വേണ്ടി. എന്തെങ്കിലും ജീവിതത്തിൽ ഉണ്ടാവണം അല്ലേ സഹോദരി? നിൻ്റെ ജീവിതത്തിൽ ഇന്ന് മറ്റുള്ളവർ പറയുന്ന ആ വീഴ്ച നിനക്കറിയാം, അതൊരു വീഴ്ചയാണ്. പക്ഷേ പിടിച്ചു നിൽക്കാൻ പറ്റാതായപ്പോൾ നീ ചെയ്തതാണ്. അതൊരു തെറ്റായിട്ട് ലോകം വിലയിരുത്തുന്നുണ്ട്. ഞാനത് പറയത്തില്ല, തെറ്റോ ശരിയോ എന്ന് പറയുവാൻ ഞാൻ ആളല്ല. പക്ഷേ നിനക്ക് പണി കിട്ടി, നീ വലിയ പ്രശ്നത്തിലായി. കർത്താവ് അതിൽ നിന്ന് നിന്നെ പുറത്തു കൊണ്ടുവരുവാൻ പോകുക. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുക. അതങ്ങനെ സംഭവിക്കുന്ന കൃപയ്ക്ക് രക്ഷപ്പെടുവാൻ വേണ്ടി ചെയ്തു. സഹോദര, ആ ബിസിനസ് തുടങ്ങിയത് അതിനു വേണ്ടിയാണ്. പക്ഷേ വലിയ ബാധ്യതയായി. ഇന്ന് പ്രിയപ്പെട്ടവരാരുമില്ല. ആ വണ്ടി എടുത്തതേ സിയും കടവും നാട്ടുകാരും. അയ്യോ, കേൾക്ക്, കർത്താവ് അത്ഭുതം പ്രവർത്തിക്കുവാൻ പോകുക. കടം കയറി മുടിയുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. ഓ, താങ്ക് യു ലോർഡ്. ആമേൻ. സ്തോത്രം. റെഡി ആയിക്കോ. സ്തോത്രം. ഇവരെപ്പോഴങ്ങനെ പോയി. അവിടെ പോയി കുറച്ച് ദിവസമൊക്കെ ആഹാരമൊക്കെ കഴിച്ച് മക്കളൊക്കെ കല്യാണം കഴിച്ചു. പക്ഷേ ഭയങ്കര നഷ്ടമാണ് വന്നത്, ഭയങ്കരമായിട്ടുള്ള നഷ്ടം. ഇവിടെ ഒരു ദൈവ പൈതലെന്ന നിലയിൽ എന്നെ കേൾക്കുന്ന പ്രിയരെ, ഇവർ പോയത് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അവർ ദൈവത്തിൽ നിന്നകന്നാണ് പോയത്. അപ്പത്തിൻ്റെ ഭവനത്തിൽ നിന്ന്, അതായത് ബേത്ലഹേം അപ്പത്തിൻ്റെ ഭവനത്തിൽ നിന്ന് ഇവർ പോയത് മോവാബ്, മ്ലേച്ഛതയുടെ ഭവനം, എച്ചിൽക്കൂന, ഇഷ്ടംപോലെ ഉള്ളു, അവിടെയാണ് പോയത്. പക്ഷേ ദൈവത്തിൽ നിന്ന് അകന്നു പോയി. നിങ്ങളുടെ യാത്രകളല്ല കുഴപ്പം, നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നു എന്നുള്ളതാണ് നിങ്ങൾ തിരിച്ചറിയേണ്ടത്. പ്രിയ ബ്രദർ, സിസ്റ്റർ, നിങ്ങൾ ചെയ്യുന്ന ചില കാര്യങ്ങളല്ല പ്രശ്നമായി മാറുന്നത്. നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നുണ്ടോ? ചില കാര്യങ്ങൾ ചെയ്ത് നിങ്ങൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നുണ്ടോ? ദൈവത്തിൽ നിങ്ങൾ ഓടി ഒളിക്കുന്നുണ്ടോ? ചിലതൊക്കെ ലോകത്തെ ബോധ്യപ്പെടുത്തി ലോകത്തിൻ്റെ ശരിതെറ്റുകൾക്കനുസരിച്ച്, ആ ചട്ടക്കൂടിനനുസരിച്ചൊന്നും നമുക്ക് ചെയ്യാൻ പറ്റത്തില്ല. ആദം ഹവ്വമാർ ശരിക്കും തെറ്റ് ചെയ്തത്, ദൈവം വന്നപ്പോൾ ഒളിച്ചിരുന്ന ആ തെറ്റാണ് അവർ ശരിക്കും ചെയ്തത് തെറ്റ്. അവർ ഒളിച്ചിരിക്കാതിരുന്നെങ്കിൽ ദൈവം ആ പ്രശ്നത്തെ പരിഹരിച്ച് ദൈവം അവിടെ നിർത്തിയേനെ. ഇതവർ ഓടിപ്പോയി, ദൈവത്തിൽ നിന്ന് ഓടിപ്പോയി. അപ്പോഴാണ് അതൊരു തെറ്റായി മാറിയത്. അവർക്ക് ദൈവസേനയിൽ നിന്ന് അതിനെ പരിഹരിക്കുവാനുള്ള അവസരമുണ്ടായിരുന്നു. ഈ നവോമി അങ്ങനെ തിരികെ വരികയാണ്. ആമേൻ. നിങ്ങൾക്കൊരവസരമുണ്ട് തിരികെ വരുവാൻ വേണ്ടി. പ്രിയ ബ്രദർ, നിനക്ക് തിരികെ വരവിനൊരു അവസരമുണ്ട്. പ്രിയ സിസ്റ്റർ, പ്രിയ മക്കളെ, നിങ്ങൾക്ക് തിരികെ വരവിനൊരു അവസരമുണ്ട്. വന്നുപോയ വീഴ്ചകളെ വിട്ടുകളഞ്ഞ് പറ്റിപ്പോയതൊക്കെ ഓർത്തിരിക്കാതെ തിരികെ വരുവാൻ നിങ്ങൾക്കൊരവസരമുണ്ട്. നിങ്ങളെ ചേർത്ത് കൊള്ളുവാൻ ബോവസ് വയലൊരുക്കി കാത്തിരുന്നത് പോലെ പ്രൈസർ ഫാമിലി വെയിറ്റ് ചെയ്യുക. വാമക്കളെ, കർത്താവ് നിങ്ങളെ ഏറ്റവും ശ്രേഷ്ഠമായി മാനിക്കും. നോക്കൂ, നഷ്ടപ്പെട്ടത് ഒത്തിരി ഉണ്ട് കേട്ടോ. അതൊന്നും തിരികെ കിട്ടുന്നതല്ല. നവോമിയെ സംബന്ധിച്ച് 2 മക്കൾ പോയി, ഭർത്താവ് പോയി. ചില നഷ്ടങ്ങൾ അങ്ങനെയാണ്, കള്ളം പറയേണ്ട കാര്യമില്ല. ചില നഷ്ടങ്ങളാണ്. ഞാൻ ആദ്യം പറഞ്ഞപ്പോൾ പറഞ്ഞു. പിന്നെ ചിലർ നഷ്ടപ്പെടുന്നത് തിരികെ വരാതിരിക്കുന്നതാണ് നല്ലത്. ആമേൻ. ആ ഒരു ധൈര്യം നിങ്ങൾക്ക് കർത്താവ് തരട്ടെ. നിങ്ങൾക്കത് ചിന്തിച്ചാൽ മനസ്സിലാവും. എടീ മോളെ, പൊയ്യത് പോട്ടെ, നീ സന്തോഷമായിട്ടിരുന്ന് ദൈവത്തെ പ്രാർത്ഥിച്ച സ്തുതിക്ക്. അത് പെയ്ത് നിനക്ക് നല്ലതാണ്. ചിലത് നഷ്ടപ്പെടുന്നതൊക്കെ നല്ലതാണ് കേട്ടോ. ചിലത് നഷ്ടപ്പെടുന്നത് നന്മയ്ക്കായി മാറും. അപ്പോൾ നഷ്ടപ്പെട്ടത് തൻ്റെ മക്കളാണ്, തൻ്റെ ഭർത്താവാണ്. തിരികെ വന്നു. അവൾ തിരികെ പ്രാപിച്ചതോ? ദൈവത്തെങ്കിലേക്ക് തിരികെ വന്നതുകൊണ്ട് അവൾ തിരികെ പ്രാപിച്ചതോ? നിങ്ങൾ മടങ്ങി വന്നാൽ നിങ്ങൾ പ്രാപിക്കുന്നതിനെക്കുറിച്ചാണ് എനിക്ക് പറയുവാനുള്ളത്. ആമേൻ. പിന്മാറിപ്പോയ ചിലരെ കർത്താവ് വിളിക്കുക. നിങ്ങൾ മടങ്ങി വന്നാൽ നിങ്ങൾ പ്രാപിക്കുവാൻ പോകുന്നതിനെക്കുറിച്ച്. നോക്കൂ, ഇസ്രായേലിൻ്റെ വംശാവലിക്കകത്ത് അവൾ ഇടിച്ചു കയറുകയാണ്. സ്തോത്രം. 2 ദിവസം ആഹാരം കുറഞ്ഞപ്പം ദൈവത്തെയും തള്ളിപ്പറഞ്ഞിട്ട് ഓടുകാലി എന്ന് പേരുള്ള സ്ത്രീ യഹൂദന്മാരുടെ ന്യായപ്രമാണത്തിനകത്ത് വംശാവലിക്കകത്ത് ഇടിച്ചു കയറുകയാണ്. ഇഷായിയുടെ വലിയപ്പച്ചനെ എടുത്ത് മടിയിൽ വെച്ച് താരാട്ട് പാടുകയാണ്. ഓഹ് ഗോഡ് ഗ്രേസ്. ദൈവം എത്ര വലിയവനാണ്. ആമേൻ. അപ്പോൾ നമുക്ക് നഷ്ടമാണോ നേട്ടമാണോ ഏറ്റവും വലുത്? ആമേൻ. ഞാൻ ആവർത്തിച്ച് പറയട്ടെ, നിങ്ങളുടെ നഷ്ടങ്ങളെ നിങ്ങൾ ഓർത്ത് ചിരിക്കും വിധത്തിൽ ദൈവം വലിയവ തന്ന് നിങ്ങളെ മാനിക്കും. സിസ്റ്ററെ, ആ നഷ്ടം വന്ന നന്നായെന്ന് നീ പറയും വിധത്തിൽ ദൈവം വലിയത് തന്ന് നിന്നെ മാനിക്കും. അനുഗ്രഹിക്കപ്പെട്ട ജീവിതത്തിനാ നീ ഒരുങ്ങിക്കോ. കർത്താവ് അങ്ങനെ അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നിനക്ക് തരുവാൻ പോകുക. സഹോദര, അനുഗ്രഹിക്കപ്പെട്ട ജീവിതം. നീ ഒരു ഫാമിലി ലൈഫിൽ നിന്ന് അനുഭവിച്ചിട്ടില്ലാത്ത സന്തോഷം, അനുഗ്രഹങ്ങൾ
കർത്താവ് നിനക്ക് തന്ന് നിന്നെ മാനിക്കുവാൻ പോകുക. നഷ്ടപ്പെട്ട ജോലിയെക്കുറിച്ച് ഓർത്ത് ഭാരപ്പെട്ടായിരിക്കുന്നു, ശ്രേഷ്ഠകരമേറിയത് വംശാവലിക്ക് മീൻസ് ദൈവവുമായുള്ള ബന്ധത്തെ ഉറപ്പിക്കും വിധത്തിലുള്ള, കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടും വിധത്തിലുള്ള നന്മകളുടെ വഴികളെ കർത്താവ് നിനക്ക് തുറന്നു തരുവാൻ പോകുന്നു. പ്രാർത്ഥിച്ചു ഉണയ്ക്കോ മക്കളെ. സ്തോത്രം. അത് തോറ്റുപോയതോ പരാജയപ്പെട്ടോ നോ. കർത്താവ് ഏറ്റവും ശ്രേഷ്ഠകരമേറിയത് ദൈവരാജ്യത്തിൻ്റെ വിസ്തൃതിക്കായി നിങ്ങളെ പ്രയോജനപ്പെടുത്തും വിധത്തിലുള്ളത് കർത്താവ് തരുവാൻ പോവുകയാണ്. ബ്രദർ, ആ ബിസിനസ് മേഖലയിൽ വന്നത് അത് നഷ്ടമെന്നല്ല ഞാൻ പറയും, അത് ശ്രേഷ്ഠകരമേറിയ നീ ചിലത് പ്രാപിക്കുവാൻ വേണ്ടിയാണ്. സിസ്റ്ററെ, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കും. നിൻ്റെ പ്രാർത്ഥനയും നീ ദൈവത്തിന് വേണ്ടി നിന്നതൊന്നും വെറുതെയായി തീരുവാൻ എൻ്റെ ദൈവം അനുവദിക്കത്തില്ല. നിന്നിലൂടെ ശ്രേഷ്ഠകരമേറിയത് ചിലത് എൻ്റെ കർത്താവിന് തൻ്റെ തോട്ടത്തിൽ ചെയ്തെടുക്കുവാനുണ്ട്. താങ്കിലോട് യേശുവിൻ നാമത്തിൽ. നിങ്ങൾ ആ ഭാഗം വായിച്ചു നോക്കിയേ. നവമിയുടെ ലെവലങ്ങ് മാറി. ആമേൻ. നഷ്ടമാണ്, ശരിയാണ്, ചിലത് നഷ്ടമായിപ്പോയി പാസ്റ്റർ, എന്നാലും അത് സംഭവിച്ചല്ലോ. എന്നാലും ചിലത് അങ്ങനെയാന്നേ, അതാണ് ഈ ലോകം. ചിലത് അങ്ങനെ. പക്ഷെ നഷ്ടപ്പെടുമ്പോൾ അതിനെ മറികടക്കുവാൻ കഴിയുന്നതെന്ന് കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൽ തരും, ഉറപ്പാണ്. അങ്ങനെ പ്രാപിക്കുവാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? പ്രൈസർ ഫാമിലിക്കൊപ്പം അവസരമുണ്ട്. ഉപവസിക്കുവാൻ കോൺടാക്ട് ചെയ്തോ. നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് ഉപവസിച്ച് അത് പ്രാപിക്കാം. കൂടുതൽ വിവരങ്ങൾ ഞാൻ അറിയിക്കാം. പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുന്ന കാര്യം മറക്കണ്ട. എല്ലാ ദിവസങ്ങളിലും രാവിലെ നമ്മൾ ഒരുമിച്ച് ദൈവസന്നിധിയിലായിരിക്കും. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെയും ഫേസ്ബുക്ക് പേജിലൂടെയും. എല്ലാ വെള്ളിയാഴ്ചകളിലും സഭയിൽ മീറ്റിംഗ് ഉണ്ട്. ഞായറാഴ്ച സഭാരാധന രാവിലെ 10 മണി മുതൽ തിരുവനന്തപുരം ജില്ലയിൽ വെള്ളയാണി കാർഷിക കോളേജിന് സമീപം കാക്കാമൂല ചാമവിള പ്രൈസ് ചർച്ച് ഫാമിലി വർഷിപ്പ് സെൻറ്ററിൽ വെച്ച് 12 മണി മുതൽ കുട്ടികളുടെ സഭാരാധന. ഭയങ്കര ബ്ലെസ്സിങ് ആണ്. വന്നു നോക്ക്, വളരെ അനുഗ്രഹമായിരിക്കും. എന്നാൽ പ്രാർത്ഥിക്കട്ടെ. വിശ്വസ്ത കർത്താവേ, നല്ല ദൈവമേ, ഈ പ്രിയപ്പെട്ടവരെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. നഷ്ടങ്ങളെക്കുറിച്ചോർത്ത്, നഷ്ടപ്പെട്ടതിനെക്കുറിച്ചോർത്ത് ആവലാതിയും പരിഭവവും നിരാശയുമായിരിക്കുന്നവർ, നഷ്ടങ്ങളെ നികത്തുമാറാക്കുന്ന, നഷ്ടങ്ങളെ ഓർക്കുവാൻ കഴിയാത്ത വിധത്തിലുള്ള ശ്രേഷ്ഠകരമായ അനുഭവങ്ങളെ ഇവർക്ക് നൽകി ഇവരെ അങ്ങ് മാനിക്കണം. ഇവർ അന്നായിരിക്കുന്ന എല്ലാ അവസ്ഥകളും മാറിപ്പോകട്ടെ. വലുത് ഇവർ പ്രാപിക്കട്ടെ. നല്ല ജോലി, നഷ്ടപ്പെട്ട ജോലിയേക്കാൾ, കാത്തിരുന്ന് കിട്ടാതെ പോയ ജോലിയേക്കാൾ, നല്ലതെന്ന് ചിന്തിച്ച് കരയുന്ന ആ ജോലിയേക്കാൾ നല്ലത് നൽകി സ്വർഗം മാനിക്കണമേ. ബിസിനസ് മേഖലയിൽ അവിധത്തിൽ ശ്രേഷ്ഠകരമേറിയ ഒരു അനുഭവത്തെ സ്വർഗം അങ്ങ് ഒരുക്കി നൽകണമേ. ഇവരുടെ അത്ഭുതത്തിൻ്റെ ദിവസമായി തീരട്ടെ. അങ്ങയുടെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. രോഗികളെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. സ്വർഗം അങ്ങ് സൗഖ്യമാക്കണം. എല്ലാ രോഗബന്ധനങ്ങളും അഴിഞ്ഞു മാറട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. ബാധ്യതകളിലൂടെ കടന്നു പോകുന്ന വ്യക്തികളെ അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു. കടഭാരങ്ങൾ മാറട്ടെ. പലിശക്കടങ്ങളും ജപ്തി നടപടികളും നീങ്ങിപ്പോകട്ടെ. ഇവർ അങ്ങയുടെ നാമത്തിൽ അത്ഭുതങ്ങൾ കാണട്ടെ. ഇവരുടെ തലമുറകൾ, അവരുടെ ഭാവി ജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ. വിദ്യാഭ്യാസ മേഖലയിൽ അനുഗ്രഹം ഉണ്ടാകട്ടെ. ഉപരിപഠന സാഹചര്യങ്ങൾ ഒരുങ്ങട്ടെ. വിദേശ യാത്രകൾ അനുഗ്രഹമായി തീരട്ടെ. PR ലഭിക്കട്ടെ. വർക്ക് പെർമിറ്റുകൾ ലഭിക്കട്ടെ. വിസകൾ സ്റ്റാമ്പ് ചെയ്ത് കിട്ടട്ടെ. ശുശ്രൂഷകന്മാർ അനുഗ്രഹിക്കപ്പെടട്ടെ. ബിസിനസ്സുകൾ ചെയ്യുന്നവർ, വലുതും ചെറുതുമായ ബിസിനസ്സുകൾ ചെയ്യുന്നവർ അനുഗ്രഹിക്കപ്പെടട്ടെ. കുടുംബജീവിതങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ഭാര്യ ഭർത്താവ് സ്നേഹത്തിൽ ചേർന്ന് വരട്ടെ. മദ്യപാന വ്യഭിചാര വെറിക്കുത്തുകൾ നീങ്ങിപ്പോകട്ടെ. അങ്ങയുടെ നാമത്തിൽ ഇവർ അനുഗ്രഹിക്കപ്പെടട്ടെ. അങ്ങയുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ ചെയ്ത കൃപയ്ക്കായി സ്തുതിക്കുന്നു. ഇവരെ വിടുവിച്ച കൃപയ്ക്കായി സ്തുതിക്കുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. അപ്പോൾ മറക്കാതെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങൾ അറിയിക്കുക മാത്രമല്ല, പ്രൈസർ ഫാമിലിക്കൊപ്പം ചേർന്ന് നിൽക്കുക. നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും ചേർത്ത് നിർത്തുക. ഉപവസിക്കുക, ഉപവാസങ്ങൾ ക്രമീകരിക്കുക, പ്രാർത്ഥിക്കുക. ഞങ്ങളൊപ്പമുണ്ട്. നാളെ ദൈവം വെച്ച് നമ്മളിപ്പോൾ ഒരുമിച്ചായിരുന്നു കേട്ട അനുഗ്രഹം പ്രാപിച്ച പ്രൈസർ ഫാമിലിയുടെ പ്രഭാതം എന്ന പ്രതിദിന വചന സന്ദേശത്തിനൊപ്പം നമ്മൾ ഒരുമിച്ച് തന്നെ ആയിരിക്കും. അതുവരെയും പ്രിയർ, ഹാവ് എ നൈസ് ഡേ. പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ 11 മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രേഷ്യർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നിങ്ങളുടേതായ ഒരു വിഷയത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക. ആമേൻ.